നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് വാൻസ് എനർജി ആണ് ഇവിടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് തർക്കം കൊണ്ടോ അല്ലെങ്കിൽ വഴക്ക് കൊണ്ടോ രണ്ടുപേരും പരസ്പരം മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റ് നടക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ്, മാരേജ്, അങ്ങനെയുള്ള ഫങ്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ അല്ലെങ്കിൽ ഒന്നിച്ച് കാണാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ടും, അങ്ങനെ നിങ്ങൾ നേരിട്ട് കണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇതുവരെ നിങ്ങളുടെ റിലേഷനിൽ എങ്ങനെയാണോ ഒരു സ്റ്റെക്കായി നിന്നിരുന്നത് അത് റീസ്റ്റാർട്ട് ആയി വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഡബിൾ എനർജി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷനിൽ ഇപ്പം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അവര് എന്ത് കാര്യവും മനസ്സിനകത്ത് ആ ഒരു നിങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് വെക്കുന്ന ഒരു പ്രകൃതം കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ. ചില സമയത്ത് നിങ്ങൾ ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും അത് അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ലല്ലോ, ഞാൻ കാര്യമല്ലേ പറഞ്ഞെന്നൊക്കെ തോന്നുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെ കാര്യം പറഞ്ഞാലും ഇവര് മുൻപ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് അതൊരു വലിയൊരു പ്രശ്നമാക്കിയിട്ടാണ് അവരവരുടെ മനസ്സിലോട്ട് എടുക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് മനസ്സിലോട്ട് എടുക്കുമ്പോൾ അവർക്ക് വീണ്ടും ഈ റിലേഷനിലോട്ട് വീണ്ടും വരാനുള്ള ഒരു മടി, ഒരു ദേഷ്യം, നിങ്ങളോട് ഒരു ഈഗോ ഒക്കെ അവരുടെ മനസ്സിൽ അപ്പോൾ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റിവിറ്റി ഇവിടെയുണ്ട്, ഒരു കാർമിക് സിറ്റുവേഷൻ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു തോന്നലൊക്കെ വരുന്നതും അവർ നിങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നതും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട്, ലെസ് കോണ്ടാക്റ്റിലോട്ടൊക്കെ പോകുന്നതും എന്നാണ് കാണിക്കുന്നത്. ദ ഹാങ്ഡ് മാൻ ആണ്. ഒരു സ്റ്റെക്ക് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത് എന്ന് കാണിക്കുന്നത്. അതായത് ഈ ഒരു നിങ്ങൾ തമ്മിൽ വഴക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പിണക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അവർ സ്റ്റെക്കാണ്. അതുകൊണ്ട് ആ ഒരു സ്റ്റെക്നെസ് കൊണ്ടാണ് അവർ പെട്ടെന്ന് റിലേഷനിലോട്ട് തിരികെ വരാതെ നിൽക്കുന്നത്. അതിങ്ങനെ നീണ്ടു പോകുന്നത് അതുകൊണ്ടാണ്. ഒരു ഇഷ്ടക്കേട് അവരുടെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറാത്തത് കൊണ്ടാണ് അതിങ്ങനെ നീണ്ടു പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സിക്സ് ഓഫ് കപ്സ് എനർജിയാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. ഇവിടെ ആള് നിങ്ങളിലേക്ക്, സിക്സ് ഓഫ് വാൻസ് എനർജി, ഇവിടെ ആള് നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പൊ സ്റ്റെക്ക് ആണെന്ന് കരുതി അത് ലൈഫ് കുറെ കാലത്തോട്ടുള്ള ഒരു സ്റ്റെക്കായി പോകുന്നതല്ല, അല്ലെങ്കിൽ ഇത് എൻഡായി പോകുന്ന ഒരു എനർജി അല്ല കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് വാൻസ് എനർജി ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അവരായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് വാൻസ് എനർജി ആണ്. ഇതും ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഇപ്പം രണ്ടുപേര് സംസാരിക്കാതെ നിൽക്കുവാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഒരു മെസ്സേജ് ആള് ഇടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അൺബ്ലോക്ക് ആക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ മജീഷ്യൻ കാർഡാണ്. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു റിയൂണിയൻ ആവുന്നത് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് പരമാവധി നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വരാതെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ളൊരു ചിന്തയാണ് കൂടുതലായിട്ട് ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് അങ്ങോട്ട് ചേസ് ചെയ്ത് മടുത്ത് നിർത്തിയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോഴവർക്ക് നിങ്ങൾ ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ഇത്രയും
അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ ആ ഒരു റിലേഷനോട് തിരികെ ചെല്ലും എന്നുള്ളൊരു ചിന്ത അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളിപ്പം ഒരു സെൽഫ് ഗ്രോത്തിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളിപ്പം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി വരുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളോട് കൂടുതൽ അവർക്ക് റെസ്പെക്ട് തോന്നുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് വരാൻ അവരെ ഈഗോ മടിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവരെ എങ്ങനെ വരും എന്നുള്ള ഒരു ചിന്ത, അവര് ഇനി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് വാൺസ് എനർജിയാണ്. 4 ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ ഒരു റിയൂണിയൻ ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. 6 ഓഫ് വാൺസ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. 4 ഓഫ് വാൺസ് എനർജി ഈ റിലേഷനിലോട്ട് ആൾ തിരികെ വരുന്ന എനർജിയാണ്. നിങ്ങളെ കാണാൻ വേണ്ടി വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് നമുക്ക് മീറ്റ് ചെയ്യാം, ചിലപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയ ഒരു ടൈം ആണല്ലോ, അപ്പൊ നിങ്ങളെ എനിക്കൊന്ന് കാണണം എന്നുള്ള രീതിയിൽ ആൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു പുതിയ വർഷത്തിലോട്ട് കടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനും ഈ റിലേഷൻ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റുമെന്നാണ് കാണിക്കുന്നത്. 3 ഓഫ് പെന്റിക്കിൾസ് എനർജി കാണിക്കുന്നുണ്ട്. ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കാം ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷനെ ഒരു മോശമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കും എന്നാണ് കാണിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ മുന്നോട്ട് എൻ്റെ ഈ ഒരു 2025 എൻഡായി ഒരു ന്യൂ ഇയർ ആകുമ്പോഴെങ്കിലും എൻ്റെ റിലേഷനിൽ എന്തെങ്കിലും നല്ലൊരു പോസിറ്റിവിറ്റി വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി മുന്നോട്ട് വരുന്നതായിട്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുന്നതായിട്ടാണ്. നിങ്ങൾ ആഗ്രഹ പൂർത്തീകരണമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ പേഴ്സണെ കാണാനാണോ, റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാനാണോ, എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചെന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ആവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. തിങ്കിങ് എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലൂടെ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സൈലൻസ് എന്നാണ് കാണിക്കുന്നത്. അവരിപ്പം സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും എങ്ങനെ തിരിച്ചു വരും, ഈ റിലേഷൻ ഇനി റീസ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് അറിയാതെ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഡേ ഡ്രീം എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവരുടെ മനസ്സിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നിച്ചു നിന്നിട്ടുള്ള സമയങ്ങൾ, ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ട്വിൻ ഫ്ലെയിം സയൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ വരുന്നതും വീണ്ടും റിലേഷൻ റീസ്റ്റാർട്ട് ആവുന്നതും ഒക്കെ കേട്ടോ. എല്ലാവർക്കും ഇല്ല, ചിലർക്ക് കേട്ടോ. ഇൻസ്പിറേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഇൻസ്പിറേഷൻ എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും സ്വന്തമായിട്ട് നേടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മാറ്റം, ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാരണമാണ്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ്, നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂലൈ, മാർച്ച്, തിരുവാതിര, ലെറ്റർ എ, ലെറ്റർ ഇ, ലെറ്റർ എഫ്, പൂയം, അനീരം, കാർത്തിക, ഉത്രാടം, ചതയം, അവിട്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.